ഈ ചെറ്റത്തരം എന്ന വാക്ക് തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു സാംസ്കാരിക നിലവാരം അനുസരിച്ച് നോക്കുമ്പോൾ താരതമ്യേന മിതമായ അല്ലെങ്കിൽ സഭ്യമായൊരു പ്രയോഗമാണെങ്കിൽ പോലും അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുന്നുള്ളത്. ഭയങ്കര ഓവറായി പോയി കേട്ടോ. അദ്ദേഹത്തിൻ്റെ പഴയ പരനാറി പ്രസംഗം ഓർമ്മയില്ലേ? ഈ പരനാറി എന്നുള്ളത് ഒരു സമയത്തല്ല പുള്ളി പറഞ്ഞു, ഒരു തവണ പറഞ്ഞാണെങ്കിൽ നാക്കുപഴ പറ്റിയാന്നായിരിക്കാം. അങ്ങനെ നാക്കുപഴ പറ്റുന്ന ആളല്ല അദ്ദേഹമെങ്കിലും പരനാറി എന്നത് പുള്ളി 3 തവണ കൊല്ലത്തെ വിവിധ വേദികളിൽ ആവർത്തിച്ചു. ഇത് കണിയല്ല കെണിയാ. ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ വ്യക്തമായ ഉദ്ദേശത്തോടും കരുതലോടും കൂടി ചെയ്തതാണ്. അവിടെ MA ബേബി ജയിക്കരുത് എന്ന് മൂപ്പിലേക്ക് എന്തോ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു പ്രയോഗം കൊല്ലത്ത് വന്ന് നടത്തിയതാണ്. കൊല്ലത്തെ പ്രബുദ്ധരായ വോട്ടർമാർ ഇത് കേൾക്കുമ്പോൾ പ്രകോപിതരാകും. അവർ ബേബിയെ നിശേഷം പരാജയപ്പെടുത്തും. ബേബിയുടെ പരാജയമാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ ബേബിയോട് ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഈ വക്കീൽ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ബേബിക്ക് വലിയ സങ്കടമായി. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ. ഈ പരനാറി പ്രസംഗം നടത്തി ബേബി അപ്പോഴും വിചാരിച്ചില്ല ബേബി തോറ്റു പോകും. പക്ഷെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം 30,000-ൽ പരം വോട്ടുകൾക്ക് MA ബേബിയോട് പരാജയപ്പെടുന്നത്. അല്ലാതെങ്കിൽ ബേബി തോൽക്കില്ല. എല്ലാ സാഹചര്യങ്ങളും ബേബിക്ക് അനുകൂലമായി നിൽക്കുമ്പോഴാണ് ഒരു കാര്യവുമില്ലാതെ ഇദ്ദേഹം അവിടെ പോയി ഇങ്ങനെ പരാമർശിച്ചത്. എനിക്കൊരു കൈപ്പഴ പറ്റിപ്പോയി, അത് നേരാ. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചേർത്ത് വിചാരിച്ചിട്ടില്ല. പിന്നെ പിണറായി വിജയൻ 3 സമയത്തെ പറഞ്ഞുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഭൂതഗണങ്ങളുണ്ട്. ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാം. ചിന്താ ജെറോമിൻ്റെ പ്രശ്നം ഒരു പരനാറിയെ പിന്നെ പരനാറി എന്നല്ലാതെ പുണ്യാളച്ചോ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് അവർ ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ച ശേഷം അവതരിപ്പിക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പം ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നവരെല്ലാവരും ഇവരുടെ ബുദ്ധി നിലവാരം ഇവരുടെ സംസ്കാര നിലവാരമുള്ളവരല്ല. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ സുധാകരൻ്റെ കാര്യത്തിൽ ചെറ്റത്തരം എന്നത് അതിന് അദ്ദേഹം കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വളരെ ശോചനീയമായിരുന്നു. ആ ഒരു ഓലമേഞ്ഞ വീടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. നിലം ചാണകം മെഴുകിയതായിരുന്നു. ഭിത്തി മൺകട്ട കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങനത്തെ ഒരു വീട്ടിലാണ് ഞാൻ 18 വയസ്സ് വരെ ജീവിച്ചത് എന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തും വളരെ ലളിതമായ രീതിയിൽ ജീവിച്ച ആളാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആദ്യം മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കാറുണ്ടായിരുന്നില്ല. മന്ത്രിയായിരിക്കുമ്പോൾ സ്റ്റേറ്റ് കാറുണ്ടായിരുന്നു. മന്ത്രിസ്ഥാനം കഴിഞ്ഞ പിന്നെയാണ് അദ്ദേഹം സ്വന്തമായി ഒരു കാറ് വാങ്ങിയത്. അത് തന്നെ ഇൻസ്റ്റാൾമെൻ്റ് അടച്ചാണ് കാറ് വാങ്ങിച്ചത്. അദ്ദേഹം താമസിച്ചിരുന്ന വീട് ആ തൂക്കുകുളം എന്നുള്ള സ്ഥലത്താണ്. SD കോളേജ് കഴിഞ്ഞ് കുറച്ചും കൂടി തെക്കോട്ട് പോകണം. ഒരു സാധാരണ വീടാണ്, യാതൊരു ആർഭാടമില്ലാത്തൊരു വീട്. അപ്പോൾ അങ്ങനെ നിരാർഭാടമായിട്ട് അനാർഭാടമായിട്ട് ജീവിച്ചിരുന്ന ആളാണ് സുധാകരൻ. അദ്ദേഹത്തെയാണ് ഈ ചെറ്റത്തരം എന്ന രീതിയിലൊക്കെ പറയുന്നത്. ഇന്നലെ വരെ നമ്മൾ തമ്മിലുള്ളതെല്ലാം ഇതുകൊണ്ട് അവസാനിപ്പിക്കുവാ ഞാൻ. ഇദ്ദേഹത്തെ പോലെ രാജകുടുംബത്തിൽ ജനിച്ചവരല്ലോ എല്ലാവരും. അങ്ങനെ കുഴപ്പമില്ല. പുള്ളി ചിറക്കൽ തറവാട്ടിൽ ചിറക്കൽ ഗോകുലകത്തിൻ്റെ ഒരു താവഴിയിൽ ജനിച്ച ആളാണ് പിണറായി വിജയൻ. അതേ വലിയ ആർഭാടത്തിൽ ജീവിച്ച് പരിചയിച്ച ആളാണ് പുള്ളി. അതിലെ വലിയ എന്താണ് ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ലാത്ത സെക്യൂരിറ്റിയോട് യാത്ര ചെയ്യുന്നത്. പുള്ളിക്ക് ജീവാഭയം ഉണ്ടായിട്ടൊന്നുമല്ല. പുള്ളി അങ്ങനെ പ്രതാപത്തിൽ ജീവിച്ച് ശീലിച്ചു പോയി. അപ്പോൾ ആ പ്രതാപത്തിൽ ജീവിക്കാത്ത എല്ലാവരും ചെറ്റകളാണ്, ചെറ്റത്തരമാണെന്നൊക്കെയാണ് പുള്ളി ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. ഏതായാലും കുറച്ച് ദിവസം കൂടി മതിയല്ലോ. വിനു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ പുള്ളി എന്ത് പറഞ്ഞാലും ഈ നാട്ടിൽ ആരും മൈൻഡ് ചെയ്യില്ല. ഇത് മെയ് 4-ാം തീയതി കഴിഞ്ഞാൽ ഇതിനൊക്കെ വല്ല പ്രാധാന്യമുണ്ടോ? മെയ് 5-ാം തീയതി വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമോ? ചെറ്റത്തരം എന്താണ്, പരനാറി എന്താണ്, എന്തായാലും എന്താണ്, ഇതൊന്നും ഒരു വിഷയമേ അല്ലാതാവും. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ജനങ്ങൾ ബാലറ്റ് യന്ത്രത്തിൽ ചെയ്യും. മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. പിന്നെ യന്ത്രത്തിൽ കൃത്രിമം നടത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ആശയ്ക്ക് വകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് മൂപ്പലാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ധാരാളമായിട്ട് പറയട്ടെ. ഇന്നിപ്പോൾ സുധാകരനെ പറ്റി പറഞ്ഞു, നാളെ വേറൊരാളെ പറ്റി പറയട്ടെ, സതീശനെ പറ്റി പറയട്ടെ, അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയെ പറ്റി പറയട്ടെ. എല്ലാവരെക്കുറിച്ചും ഇദ്ദേഹം ഇതുപോലെയുള്ള പുള്ളിയുടെ ആ മധുര കോമള പദാവലികൾ കൊണ്ട് ഓരോരുത്തരെയും പുള്ളി അഭിനന്ദിക്കട്ടെ. അങ്ങനെ ആയിക്കഴിയുമ്പോൾ
ജോലി എളുപ്പമുണ്ട്. വോട്ടർമാരുടെ ജോലി എളുപ്പമാവും, നമ്മുടെ ജോലി എളുപ്പമാവും, ഇലക്ട്രോണിക് യന്ത്രത്തിൻ്റെ ജോലിയും വളരെ എളുപ്പം. ശ്രീ ജയശങ്കർ, പരനാറി പ്രയോഗം എങ്ങനെയാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ ആദ്യ വിജയത്തിന് ഇടയാക്കിയത്, അതായത് UDF പക്ഷത്തു നിന്നുള്ള ആദ്യ വിജയത്തിന് ഇടയാക്കിയത് എന്ന് പറഞ്ഞു. സമാനമായ രീതിയിൽ ഈ ചെറ്റത്തരം പ്രചാരണ വിഷയമാക്കുന്നുണ്ട് ജി സുധാകരൻ. സ്വാഭാവികമാണല്ലോ, ആരായാലും പ്രചരണ വിഷയമാക്കൂലേ? അത് പ്രചരണ വിഷയം ആകണമല്ലോ, തീർച്ചയായിട്ടും പ്രചരണ വിഷയമാകണം. ഇത് പറയുന്നത് ഒരു തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയുടെ പരമോന്നത നേതാവായിട്ട് ഭാവിക്കുന്ന ആളാണ്. അവിടെയല്ലേ തമാശ. കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. അദ്ദേഹം ആരെയാണ് പുച്ഛിക്കുന്നത്, ആരെയാണ് പരിഹസിക്കുന്നത്? അദ്ദേഹം പുച്ഛിക്കുന്നത് പരിഹസിക്കുന്നത് ദരിദ്രരെയാണ്, ദരിദ്ര നാരായണന്മാരെയാണ്. ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ആളുകളെയാണ്. അവരെ പരിഹസിച്ച്, അവരെ പുച്ഛിച്ച്, അവരെ അവഗണിച്ച്, അവരെ അവഹേളിച്ച് അദ്ദേഹം അങ്ങനെ രാജപദവിയിൽ കേരള ചക്രവർത്തിയായിട്ട് വിരാജിക്കുകയാണ്. അവിടെ പോയി ചത്തുടടാ. പ്രശ്നം കിടക്കുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ സേവകനായിട്ടിരുന്ന ആൾ, പൊതുജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടിയിരുന്ന വ്യക്തി, അദ്ദേഹം 10 കൊല്ലമായിട്ട് കേരള ചക്രവർത്തിയായിരിക്കുന്നു എന്ന ഒരു ധാർഷ്ട്യത്തിൽ, അഹങ്കാരത്തിൽ അദ്ദേഹം ഈ നാട്ടിലെ ദരിദ്രരായ ആളുകളെ, ദാരിദ്ര്യത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളെ, അല്ലെങ്കിൽ നിസ്വാർത്ഥരായ പൊതുപ്രവർത്തകരെ, എത്രയോ കൊല്ലം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ആളെ, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ 5 കൊല്ലം മന്ത്രിയായിരുന്ന ആളല്ലേ, അതിനു മുമ്പും 5 കൊല്ലം മന്ത്രിയായിരുന്നല്ലോ. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് 10 പൈസ അഴിമതി നടത്താത്ത ഒരാളെ അദ്ദേഹം ആക്ഷേപിക്കുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അപ്പം ഇതൊക്കെ അമ്പലപ്പുഴയിൽ മാത്രമല്ല, ബാക്കി 139 മണ്ഡലത്തിലും ജനങ്ങളുണ്ട്. 3.5 കോടി മലയാളികളും കേൾക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങളെ കാണുമ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞ നാളിപ്പോൾ എല്ലാവരും വിളിച്ച് അകത്ത് വരുത്തുന്നു, എല്ലാ സ്റ്റുഡിയോയിലും ചെല്ലുന്നു, എല്ലാവർക്കും അഭിമുഖം അനുഭവിക്കുന്നു, എല്ലായിടത്തും ചിരിക്കുന്നു. അതിലെ ഏറ്റവും വലിയ അത്ഭുതം, ഇദ്ദേഹം ചിരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഇദ്ദേഹം ചിരിക്കുന്നു, ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേറെ പല രംഗങ്ങളും തെളിഞ്ഞു വരും. മാധ്യമ പ്രവർത്തകർക്ക് ഓർമ്മ ഉണ്ടാവില്ല, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ്. പക്ഷേ കാണുന്നവർക്ക് ഓർമ്മയുണ്ടാവും. അത് പുള്ളി ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് May 4 വരെ സഹിച്ചാൽ മതി, ഇനി കുറച്ച് ദിവസമുള്ളൂ. ആ ഒരു സമാധാനം, ഒരു ആശ്വാസമാണ് നമ്മളെ പോലുള്ളവർക്കുള്ളത്. എന്നാ പിന്നെ ഞാനങ്ങട് ഗ്രാൻഡ്മ ഒന്നിങ്ങോട്ട് പറഞ്ഞു. മനസ്സെന്നറിഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം.